എന്തുകൊണ്ടാണ് PV അൻവറിന്റെ നാമനിർദ്ദേശ പത്രിക തള്ളിയത്? അതായത് 2 സെറ്റ് നാമനിർദ്ദേശ പത്രികയാണ് PV അൻവർ നൽകിയത്. ഒന്ന് തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായും 2 സ്വതന്ത്ര സ്ഥാനാർത്ഥിയായും. തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി അൻവർ നൽകിയ പത്രികയാണ് തള്ളിയത്. അതിനുള്ള കാരണം ഇതാണ്. നിലവിൽ സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള പാർട്ടിയല്ല തൃണമൂൽ കോൺഗ്രസ്. ദേശീയ പാർട്ടി പദവിയും നിലവിൽ തൃണമൂൽ കോൺഗ്രസിനില്ല. അങ്ങനെയെങ്കിൽ മണ്ഡലത്തിലെ 10 വോട്ടർമാരുടെ പിന്തുണ വേണം. അൻവർ നൽകിയ പത്രികയിൽ 8 വോട്ടർമാരുടെ പിന്തുണയെ ഉണ്ടായിരുന്നുള്ളൂ. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നൽകിയ പത്രികയിൽ 10 ഒപ്പുകളും ഉണ്ടായിരുന്നു. അതാണ് അൻവർ നൽകിയ ഒന്നാമത്തെ പത്രിക തള്ളിയതും രണ്ടാമത്തെ പത്രിക അംഗീകരിക്കാനുമുള്ള കാരണം. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി തൃണമൂൽ കോൺഗ്രസിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി തന്നെ PV അൻവറിന് മത്സരിക്കാം. AITCയുടെ കൽക്കട്ട ഓഫീസിൽ നിന്ന് കൊടുത്ത മെയില് ദേശീയ ഇലക്ഷൻ കമ്മീഷനിലേക്ക് അയച്ചു കൊടുത്ത് അതൊരു ക്ലാരിഫിക്കേഷൻ വെയിറ്റ് ചെയ്യണം. തൃണമൂൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക ചിഹ്നം ലഭിക്കാൻ സാങ്കേതിക തടസ്സങ്ങളുണ്ടെന്നും അത് പരിശോധിച്ചു വരികയാണെന്നും ഇന്നലെ തന്നെ അൻവർ പറഞ്ഞിരുന്നു. പിന്നാലെ തന്നെ തൃണമൂൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക വിശദീകരണവും വന്നു. സാങ്കേതിക തടസ്സമാണ് ചിഹ്നം ലഭിക്കാതിരിക്കാനുള്ള കാരണമെന്നാണ് തൃണമൂൽ കോൺഗ്രസ് ദേശീയ നേതൃത്വം തന്നെ വിശദീകരിച്ചതും. എന്തായാലും അൻവർ കളത്തിലേക്ക് ഇറങ്ങുന്നത് ഒരു സ്വതന്ത്ര ചിഹ്നത്തിൽ തന്നെയായിരിക്കും. പ്രജോഷ് കുമാറിനൊപ്പം അരുൺ അമൃതനാഥ്, മാതൃഭൂമി ന്യൂസ്, നിലമ്പൂർ.